നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെ ആദരവ്. ഹരിതകർമ്മസേനയ്ക്ക് ലയൺസ് ക്ലബ് ഓഫ് വലപ്പാട് എക്സൽ റെയിൻകോട്ടുകൾ നൽകി. വാർത്തകൾ വിശദമായി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനുവിന്റെ നേതൃത്വത്തിൽ 10ാം കല്ലിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ നാട്ടിക പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരും വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. കുത്തിയിരിപ്പ് സമരം നടത്തി. മാസങ്ങളായി നാട്ടിക പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വീടുകളിലേക്കും കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് മാസങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും നിരന്തരമായി വാട്ടർ അതോറിറ്റിയിൽ ഇടപെട്ടിട്ടും ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാൻ വാട്ടർ അതോറിറ്റി യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. വാടനപ്പള്ളി പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് ഭരണസമിതിയുമായി സംസാരിക്കുകയും കുടിവെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ആവശ്യമായ പരിശോധന നടത്തി കുടിവെള്ളം ലഭിക്കുന്നതിനുള്ള നടപടി ഉണ്ടാക്കാമെന്ന ഉറപ്പിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു, വൈസ് പ്രസിഡന്റ് കെ ഷൗക്കത്ത് അലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PM സിദ്ദീഖ്, സീന ഉണ്ണികൃഷ്ണൻ, സുബില പ്രസാദ്, മെമ്പർമാരായ സനി രാജു, സജിനി ഉണ്ണിയാരമ്പുരയ്ക്കൽ, PC മണികണ്ഠൻ, രജനി ബാബു, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, KK പവിത്രൻ, സിന്ധു സിദ്ധപ്രസാദ് തുടങ്ങിയവർ കുത്തിയിരിപ്പ് സമരത്തിന് നേതൃത്വം നൽകി. എടത്തിരുത്തി, വലപ്പാട് ഗ്രാമപഞ്ചായത്തുകളിലെ ഹരിതകർമ്മസേനയ്ക്ക് ലയൺസ് ക്ലബ് ഓഫ് വലപ്പാട് എക്സൽ റെയിൻകോട്ടുകൾ നൽകി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ജോർജ് ഡി ദാസ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊജക്ട് കോർഡിനേറ്റർ കിഷോർ പദ്ധതി വിശദീകരണം നടത്തി. എടത്തിരുത്തി 1ാം വാർഡ് മെമ്പർ ഷനിത ലെനിൻ, ജനറൽ മാനേജർ സഞ്ജയൻ മാരാത്ത്, ആനി ജോസഫ്, സുഗുണൻ കൊട്ടേക്കാട്, സുരേഷ് പട്ടാലി, പ്രസന്നൻ തറയിൽ, സോൺ ചെയർപേഴ്സൺ ജോസഫ് AA, ലയൺസ് ക്ലബ് ഓഫ് വലപ്പാട് എക്സൽ ചാർട്ടർ പ്രസിഡന്റ് ലയൺ ശിൽപ ട്രിസ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു റെയിൻകോട്ടുകൾ വിതരണം ചെയ്തു. വലപ്പാട് തീരദേശ പ്രദേശത്ത് സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി 4 സ്ത്രീകൾക്ക് തയ്യൽ മെഷീനുകൾ നൽകി. ആ ഒരു വൈകാരിക തലത്തിലേക്ക്, ആ ചിന്താ തലത്തിലേക്ക് നമ്മുടെ സഹോദരിമാര് അവരെത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ അടുത്ത ഒരു തലമുറയ്ക്ക് വരുമ്പോൾ പണിയുന്നില്ല. യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുന്ന തലമുറ ഇവരാണ് ഏറ്റവും കഷ്ടപ്പെടുന്നത്. ഇവരെല്ലാവരും പ്രശ്നം ഒന്നാണ്. ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ ഹൃദയത്തോടും നെഞ്ചോടും ചേർത്താണ് ഞങ്ങൾ 2 പഞ്ചായത്തും ഈ സഹോദരിമാരെ കൊണ്ടുനടക്കുന്നത്. ഒരു സംശയം വേണ്ട. അത്തരം ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ലയൺസ് ക്ലബ് എക്സൽ പോലെ എനിക്കറിയാം ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ. ലയൺസ് ക്ലബ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ, ഞാനൊക്കെ ലയൺസ് ക്ലബിലേക്ക് വേണ്ടി വിചാരിച്ചത് അതൊരു എലിറ്റ് ക്ലാസിന്റെ ഒരു സമൂഹമാണ്. അവിടെ ആരും കയറിപ്പറ്റാൻ പറ്റില്ല സാർ, അവിടെ ഒന്നും കയറിപ്പറ്റാൻ പറ്റില്ല. വലിയ വിഷയമാണ്. നാട്ടിക അസംബ്ലിയിലെ 9 പഞ്ചായത്തുകളിലെ വിദ്യാലയങ്ങളിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100 മേനി വിജയം കൈവരിച്ച സ്കൂളുകളെയും KPCC വിചാർ വിഭാഗ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. വിജയോത്സവം 2026 KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക അസംബ്ലി ചെയർമാൻ ഷൈൻ നാട്ടിക അധ്യക്ഷത വഹിച്ചു. KPCC വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, വിചാർ വിഭാഗ് നാട്ടിക മണ്ഡലം ചെയർമാൻ രാനിഷ് K രാമൻ, യൂത്ത് കോൺഗ്രസ് താന്യ മണ്ഡലം പ്രസിഡന്റ് റോയ് തോമസ്, ചാഴൂർ മണ്ഡലം ചെയർമാൻ യദു തോപ്പിൽ, റസിയ ഹബീബ് എന്നിവർ സംസാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ബിടെക് പാസ്സായ ഒരാള് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് നടക്കുകയാണോ? വേറെ പരിപാടിക്ക് പോകണില്ലെന്ന് സ്വാഭാവികം ചോദിക്കുന്ന ചോദ്യം. ഷൈനെ കണ്ടാലാണെങ്കിലും ഒരു ബിടെക് പഠിച്ച ഒരു ലുക്കും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കണ്ണിനെ കുഴപ്പമാവും. ഞാൻ പറയാൻ കാരണം, ഒരാളെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി മികച്ച വ്യക്തിയായി മാറുന്നത് വലിയ വിദ്യാഭ്യാസം നേടുന്നത്. അപ്പൊ മാക്സിമം വിദ്യാഭ്യാസം നേടാൻ നമ്മുടെ മക്കൾ ശ്രമിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ്
കുറവുണ്ടെങ്കിൽ ആ കുറവെല്ലാം പരിഹരിക്കാൻ കഴിയുന്നത് ഉയർന്ന വിദ്യാഭ്യാസം നേടുമ്പോൾ. ഇപ്പോൾ ഷൈൻ നാട്ടിക ഒരു IT സ്ഥാപനം നടത്തുന്നുണ്ട്. സജീവമായി പൊളിറ്റിക്സിൽ കോൺഗ്രസിന്റെ വലിയ സംഘാടകനായി പ്രവർത്തിക്കുന്ന ആളാണ്. ഇവിടെ ഇരിക്കുന്ന പല നേതാക്കന്മാരും ഹൈലി ക്വാളിഫൈഡ് ആയ ആളുകളാണ്. സേവാഭാരതി വാടനപ്പള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസ് റിട്ടയർഡ് ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സജീവൻ പനയ്ക്കപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മുരിയന്തോട് സ്വാസ്ഥ്യ ആയുർവേദാശ്രമം ഡോക്ടർ KS ഷാദിയ ക്ലാസ് നയിച്ചു. SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ നേടിയ ഗൗരി രഞ്ജീഷ്, കളരിഗുരു മനോഹരൻ, യോഗ മാസ്റ്റർ രഞ്ജീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി KA രാഹുലൻ, ട്രഷറർ CV സുനിൽകുമാർ, പവിത്രൻ പണിക്കെട്ടി എന്നിവർ സംസാരിച്ചു. ഹരദാസൻ വാലത്ത്, CB അനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ വടക്കൂട്ട്, പ്രദീപ് പനക്കപ്പറമ്പിൽ, ലീന സുശീൽ, സുജാത ഉണ്ണികൃഷ്ണൻ, സുനിൽകുമാർ പണികെട്ടി, KV വിപിൻ ദാസ്, സമീറ, സുമന നളിനാക്ഷൻ, സിന്ധു സുദർശനൻ എന്നിവർ നേതൃത്വം നൽകി. അതുകൂടാതെ ഗർഭിണികൾക്കും യോഗ ചെയ്യാവുന്നതാണ്. എല്ലാവിധ വ്യായാമങ്ങളും ഒന്ന് പാടില്ല എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് ഗർഭിണികൾ, പ്രസവം കഴിഞ്ഞവർ. അവർക്ക് പോലും ചെയ്യാവുന്ന ഒരു വ്യായാമ മുറയാണ് ഈ യോഗ എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് വ്യായാമം മസ്റ്റായിട്ടുള്ളത് തീർച്ചയായും ചെയ്യേണ്ട ഒരു ശരീരഘടനയാണ്. വെറുതെ ഇരുന്ന് പണിയെടുക്കേണ്ട ഒരു രീതിയിലല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴും ആക്റ്റീവായി, പണ്ടത്തെ ആളുകൾ പണിയെടുത്തിരുന്ന പോലെ പണിയെടുത്ത് പോകേണ്ട ഒരു ശരീര പ്രകൃതിയും നമ്മുടെ ജനസാണ് നമ്മൾ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ ജീവിത രീതി മാറിയതനുസരിച്ച് ആർക്കും എല്ലാവരുടെ ജോലികളും നമ്മൾ ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരീരം എത്ര കണ്ട് ഇറങ്ങുന്നുണ്ട്. നമ്മളുടെ അമ്മമാരായാലും എല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിലാണ്, പണികളാണ്. പക്ഷേ നമ്മളുടെ കൂടെ സഹായികളായിട്ട് മെഷീനറീസാണ് കൂടുതലുള്ളത്. ആർക്കും സമയമില്ല, എല്ലാവരും പണിത്തിരക്കിലാണ്. പക്ഷേ എത്രയാണ് ശരീരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ പ്രത്യേകമായിട്ട് വ്യായാമത്തിന് പ്രാധാന്യം കൊടുക്കാൻ ഒരു ദിവസം ഒരു ഡേ വെക്കേണ്ടി വരുന്നത്, അതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഡിവൈഎഫ്ഐ ബാങ്ക് സെന്റർ യൂണിറ്റ് SSLC+2 വിജയികളെ ആദരിച്ചു. ഡിവൈഎഫ്ഐ ബാങ്ക് സെന്റർ യൂണിറ്റ് SSLC+2 വിജയികളെ ആദരിച്ചു. ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് പ്രസിഡന്റും തൃശൂർ ജില്ലാ കമ്മിറ്റി മെമ്പറുമായ പ്രേംശങ്കർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് നെവിൻ പ്രിൻസ് അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി ആഷിഖ് ആൻഡ്രൂസ്, അജീഷ് KA, നിവിൻ മനോഹരൻ, അരുൺ ആനന്ദ്, ഉണ്ണിക്കണ്ണൻ പടിയം, മേഖലാ കമ്മിറ്റി മെമ്പർ അഭിജിത്ത് TB, മണലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അമ്പിളി ശശി, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി എവിൻ B ഷാജി എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി ജീവൻ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണം സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ജീവൻ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം V മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരി റമീജ ബാനു, PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സത്താർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കവിയും ചിത്രകാരനുമായ ബഷീർ അറക്കൽ, കലാവേദി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ PD ബെന്നി, സമീർ അമ്പലത്ത്, വനിതാവേദി പ്രസിഡന്റ് പ്രസീത ടീച്ചർ, ലൈബ്രറിയൻ VK നാഷിദ, KS ബിനോജ്, ഷഹർബാൻ എന്നിവർ സംസാരിച്ചു. BJP മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് വാടനപ്പള്ളി ബീച്ച് അമൃത തീരത്ത് വെച്ച് 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. BJP മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് വാടാനപ്പള്ളി ബീച്ച് അമൃത തീരത്ത് വെച്ച് 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഔഷധി സൂപ്രണ്ട് ഡോക്ടർ KS രജിതൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് യോഗ ആചാര്യനായ അനിൽകുമാർ പണിക്കെട്ടി യോഗ സന്ദേശം നൽകി. BJP ഭാരവാഹികളായ മനോജ് മാനിന, ഷൈജു ഇയാനി, സന്തോഷ് പണിക്കശ്ശേരി, ശരൺ AV, ദിവിൻദാസ് P, സതീഷ് KV, സതീഷ് CP, സ്മിത്ത് KA, വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ, മന്ത്ര യോഗ ക്ലബ്ബ്, വിവേകാനന്ദ യോഗ ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. UDF സർക്കാരിന്റെ ജനദ്രോഹ പ്രവാസി വിരുദ്ധ ബഡ്ജറ്റിനെതിരെ കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. UDF സർക്കാരിന്റെ ജനദ്രോഹ പ്രവാസി വിരുദ്ധ ബഡ്ജറ്റിനെതിരെ കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു.
കേരള പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KV രാജേഷ് അധ്യക്ഷനായി. ഏരിയ വൈസ് പ്രസിഡന്റ് നവീൻ VP, അശോകൻ മുഗോല, MK സദാനന്ദൻ, PS പ്രസാദ്, ജനാർദ്ദൻ മണ്ണുമ്മൽ, VK വേലായുധൻകുട്ടി എന്നിവർ സംസാരിച്ചു. ഇടവേള. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026 ജൂൺ 28 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ തൃപ്രയാർ കിഴക്കി നടയിലെ കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് സംസ്ഥാന യുവജനക്ഷേമ കായിക മന്ത്രി OG ജനീഷ് ഉദ്ഘാടനം ചെയ്യും. നാട്ടിക MLA ഗീതാ ഗോപി അധ്യക്ഷത വഹിക്കും. മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തും. കേരള വിഷൻ സ്മാർട്ടിന്റെ ഉദ്ഘാടനം ഇരിഞ്ഞാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ നിർവഹിക്കും. കയ്പമംഗലം MLA KK വത്സരാജ് സൗജന്യ ബ്രോഡ്ബാൻഡ് കണക്ഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ അഭിലാഷ് മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും COA സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പങ്കെടുക്കും. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള കോൺഗ്രസ് സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPI വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള കോൺഗ്രസ് സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPI വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ മാർച്ച് CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ് ഉദ്ഘാടനം ചെയ്തു. CB സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അനിത് കുമാർ ആന്തുപറമ്പിൽ, അനിൽകുമാർ MV, PK പ്രസാദ്, KP ആനന്ദൻ, ബിന്ദു ചന്ദ്രൻ, നന്ദകുമാർ ഇത്തിക്കാട്ട്, മണി MK, ദിനേശൻ വക്കാട്ട് എന്നിവർ സംസാരിച്ചു. മണലൂർ മണ്ഡലം മുൻ MLA മുരളി പെരുന്നെല്ലിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച മണലൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ EMS റോഡിന്റെ ഉദ്ഘാടനം മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. മണലൂർ മണ്ഡലം മുൻ MLA മുരളി പെരുന്നെല്ലിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച മണലൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ EMS റോഡിന്റെ ഉദ്ഘാടനം മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA മുരളി പെരുന്നെല്ലി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ജ്യോതി ലക്ഷ്മി വസന്തൻ, PK കൃഷ്ണൻ, ആശാ സുധീരൻ, KV വിനോദൻ, VN സുർജിത്ത്, VV പ്രഭാത്, VV സജീന്ദ്രൻ, VP പ്രവീൺ, MV ഷാജി, സുധർമ്മൻ ചിരുകണ്ടത്ത്, MK സദാനന്ദൻ, KK മോഹനൻ, CD അഭിലാഷ് എന്നിവർ സംസാരിച്ചു.
ചന്ദ്രാപിന്നി SN വിദ്യാഭവനിൽ അന്താരാഷ്ട്ര യോഗദിനം ആഘോഷിച്ചു. പ്രിൻസിപ്പാൾ യാമിനി ദിലീപ് യോഗദിന സന്ദേശം നൽകി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്ന ആശയത്തെ ആസ്പദമാക്കി 10ാം ക്ലാസ്സിലെ അനൈക ലിഷോയ് പ്രസംഗം അവതരിപ്പിച്ചു. 5ാം ക്ലാസ്സിലെ ഗൗതം ശിവ ആർട്ടിസ്റ്റിക് യോഗ പ്രദർശിപ്പിച്ചു. കുട്ടികളുടെ നൃത്തയോഗ അവതരണവും നടന്നു. വിദ്യാർത്ഥികൾക്ക് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നൽകി. പ്രിൻസിപ്പാൾ യാമിനി ദിലീപ്, വൈസ് പ്രിൻസിപ്പാൾ ജിജി കെ, വിവിധ വിഭാഗങ്ങളിലെ പ്രധാന അധ്യാപകരായ സന്ധ്യ പ്രചോദ്, മിനി LP, ഹേമ ദിനേശ്, ലെനിയ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ബിന്ദു, ദീപ, സരസ്വതി, ബബിത, ബിജു, നാസർ, ആഷിൽ ദേവ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. SSLC +2 വിദ്യാർത്ഥികൾക്കായി കഴിമ്പ്രത്ത് ശിഹാബ് തങ്ങൾ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം നൽകി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് NK മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവ് VR ഹരിദാസൻ മാസ്റ്ററുടെ സ്മാരകമായി ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തകന് നൽകുന്ന പുരസ്കാരം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദിന് ഹരിദാസൻ മാസ്റ്ററുടെ സഹധർമ്മിണി ശാന്ത ടീച്ചർ സമ്മാനിച്ചു. KK അഫ്സൽ, PA നൌഷാദ്, VC ദിലീപ് കഴിമ്പ്രം, PI അബ്ദുൽ കരീം, MM ഇക്ബാൽ, MA സുലൈമാൻ മൗലവി, മുനീറ ചാഴൂർ, ഹസീന ഖാദർ, ഷെഹർഹാനത്ത് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതിരാവിലെ തുടങ്ങും, പാതിരാത്രി പിന്നിട്ടാണ് അവസാനിക്കുക. തങ്ങൾ വയനാട്ടിലേക്ക് പോകുന്ന യാത്രകളുണ്ട്. അതിനെക്കുറിച്ച് വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ മരണശേഷം പലരും എഴുതിയിരുന്നു. പല മുഖ്യധാര പത്രങ്ങളും എഴുതിയിരുന്നു, ചാനലുകളും എഴുതിയിരുന്നു, പറഞ്ഞിരുന്നു. അതിങ്ങനെയാണ്: തങ്ങൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ മല കയറുമ്പോൾ കുരങ്ങന്മാർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കരുതി പോകും. അങ്ങനെ കുരങ്ങന്മാർക്ക് ഭക്ഷണം ഇട്ട് കൊടുത്ത് കുരങ്ങന്മാരുമായി സമയം ചെലവഴിച്ച് പോകുന്ന ഒരു വലിയ ആത്മീയ രാഷ്ട്രീയ നേതാവായിരുന്നു യാത്ര. വായനവാരാഘോഷത്തിൽ വിദ്യാർത്ഥികൾക്ക് കൈനിറയ സമ്മാനങ്ങളുമായി ഏങ്ങണ്ടിയൂർ BLS വായനാ വാരാഘോഷം വിദ്യാർത്ഥികൾക്ക് കൈനിറയെ സമ്മാനങ്ങളുമായി ഏങ്ങണ്ടിയൂർ BLS വായനാ വാരത്തിൽ തുടങ്ങി ജൂലൈ 31 വരെ 43 ദിവസത്തെ പത്രവാർത്തകളെ അടിസ്ഥാനമാക്കി പത്രവായന ക്വിസ് സംഘടിപ്പിക്കുന്നു. BLS ഏങ്ങണ്ടിയൂർ സംഘടിപ്പിക്കുന്ന പത്രവായന ക്വിസിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം അസിസ്റ്റന്റ് കളക്ടർ പ്രീതി IAS നിർവഹിച്ചു. So, as we are celebrating National Reading Day, that we celebrated on June 19th, even Shika Madam, District Collector Trishur, she also gave emphasis on reading on that day. And this is the reading week, June 19th to 25th. We are celebrating, Kerala, we are celebrating Reading Week. You must be knowing this. So, that's what I thought of coming here and create that awareness that we have to start having the habit of reading newspaper. Not only newspaper, you should have at least anything like any book, good perspective books, at least 10 minutes a day or 1 hour a day, depending on your time schedule. So this was one thing that I wanted to give emphasis. Second thing, not like as I know, like through management and all, like this is a competition till BLS പ്രസിഡന്റ് OK പ്രൈസൻ അധ്യക്ഷത വഹിച്ചു. ഏങ്ങണ്ടിയൂരിലെ സ്കൂളുകളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒപ്പം ഏങ്ങണ്ടിയൂരിൽ നിന്ന് പുറത്തുപോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം. പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകും. കൂടാതെ
HSS, HS, UP എന്നീ വിഭാഗങ്ങളിൽ 1, 2, 3 സ്ഥാനക്കാർക്ക് 4000 രൂപ, 2000 രൂപ, 1000 രൂപ ക്യാഷ് പ്രൈസും ഓവറോൾ പോയിന്റ് ലഭിക്കുന്ന എല്ലാ കാറ്റഗറിക്കും എവോ റോളിംഗ് ട്രോഫിയും സ്ഥിരം ട്രോഫിയും സമ്മാനിക്കും. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ ലീന ഗണേഷ്, നാഷണൽ HSS മാനേജർ പ്രസന്നൻ കളത്തിൽ, BLS മുഖ്യരക്ഷാധികാരി മനോജ് തച്ചപ്പുള്ളി, PTA പ്രസിഡന്റ് രാജേഷ് ചക്കാമടത്തിൽ, BLS സെക്രട്ടറി അനിൽകുമാർ പണിക്കശ്ശേരി, സ്കൂൾ പ്രിൻസിപ്പാൾ പ്രവീൺ M, ഹെഡ്മിസ്ട്രസ് ലീന സജീവ് എന്നിവർ സംസാരിച്ചു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് ചർച്ച് ദർശന സഭയുടെ ആഭിമുഖ്യത്തിൽ ബോധി IMAയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സാന്റ് ജോസ് ആശ്രമം സുപ്പീരിയർ ബ്രദർ തോമസ് കൊമ്പൻ ഉദ്ഘാടനം ചെയ്തു. 42 പേരുടെ രക്തം ബ്ലഡ് ബാങ്കിന് കൈമാറി. ബ്ലഡ് കമ്മിറ്റി കൺവീനർ ജോഫി ചുങ്കത്ത്, ദർശന സഭ പ്രസിഡന്റ് CO ഈനാശു, സെക്രട്ടറി KA തോമസ്, ഷൈൻ, ജോഫി ജോസ്, അനീഷ്, PK ടോമി, പോളിജിയോ ആലപ്പാട്ട്, ജസ്റ്റിൻ വടക്കേത്തല, PC ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 20ാം വാർഡിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷഫീന ഷബീർ അലി അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹസീന താജു, ബദറുദ്ദീൻ അരയങ്കര, VV അർജുനൻ, AA സജീർ, ജയചന്ദ്രൻ കോഴിപ്പറമ്പിൽ, മുജീബ്, ID മനോജ്, AT അബ്ദുള്ള, AA അഹമ്മദ്, PA ഉമ്മർ, AT റഫീഖ്, ഫാത്തിമ ജലീൽ, VK ഷംസു, AT ഫാസിൽ, മജീദ് നാട്ടിക, അബ്ദുള്ള മോൻ, ജിഷ, സുമ, VK വിനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. പൊതുപ്രവർത്തന രംഗത്തെ സൗമ്യമുഖമായിരുന്ന PR ഫ്രാൻസിസ് മാസ്റ്ററുടെ അനുസ്മരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ അബ്ദുൽ ഗഫൂർ നോവ അധ്യക്ഷത വഹിച്ചു. CA സെബാസ്റ്റ്യൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏങ്ങണ്ടിയൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലാൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MA മുസ്തഫ, ഡെക്കോറ വർഗീസ്, അഡ്വക്കേറ്റ് VD പ്രേം പ്രസാദ്, രാഗനാഥൻ വയക്കാട്ടിൽ, അബ്ദുൽ ഖനി, ഫിലിം ഡയറക്ടർ മണിലാൽ, TR രമേശ്, PF ജോയ്, ബിജോയ് മാസ്റ്റർ, മുഹമ്മദ് അലി മാസ്റ്റർ, MS അനിൽകുമാർ, മനീഷ് ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തന്റെ പാരലൽ കോളേജിലൂടെയും മറ്റ് ഒട്ടേറെ ട്യൂഷൻ സെന്ററുകൾ വഴിയും കണക്കിന്റെ ഊരാക്കുടുക്കുകൾ ലഘൂകരിച്ചു നൽകി വിജയത്തിലേക്ക് എത്തിച്ചത് ഫ്രാൻസിസ് മാസ്റ്ററാണ്. KSU കാലം മുതൽ തുടങ്ങിയ കോൺഗ്രസ് ബന്ധം മരണം വരെ തുടർന്നു. യൂത്ത് കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എന്നീ പദവികളും വഹിച്ചിരുന്നു. തന്റെ ജീവിതകാലം മുഴുവൻ പുരോഗമനപരവും മാതൃകാപരവുമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. മരണാനന്തരം തന്റെ ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വിട്ടു നൽകുമെന്ന സമ്മതപത്രം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ തയ്യാറാക്കിയിരുന്നു. ഒരിടവേള കൂടി. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി.
എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി? സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. വായന വാരാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹൈസ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ അഷ്റഫ് അമ്പയിൽ പുസ്തകങ്ങൾ സ്കൂൾ ലീഡർ അമിത് കൃഷ്ണയ്ക്ക് നൽകി വായന വാരാചരണം ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് ബിന്ദു പേരാത്ത്, അധ്യാപകൻ സുജയ്, PN ട്രസ്റ്റ് സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, MB സജീവൻ, PTA പ്രസിഡന്റ് സുനിത ജയരാജ്, നിഹാരിക PB, പോൾ പുലിക്കോട്ടിൽ, വില്ലി പട്ടത്താനം എന്നിവർ സംസാരിച്ചു. PN പണിക്കരുടെ ഓർമ്മ പുതുക്കുന്നതിന് ഭാഗമായിട്ട് വായനാ ദിനമല്ലട്ടാ, പല ആളുകളും പറയുന്ന ഒരു തെറ്റായ വാക്കാണ്. അത് എഴുതി വരുന്ന ആളുകൾക്ക് നമ്മളിത് എഴുത്തുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് അതിൻ്റെ വിഷയം മനസ്സിലാകുന്നത്. വായനാ ദിനം എന്നുള്ള വാക്ക് ശരിയല്ല എന്ന് പറയുന്നത്. വായന ദിനാണ്. അതായത് വായന എന്നുള്ള വാക്ക് മലയാളം, ദിനം എന്നുള്ള വാക്ക് സംസ്കൃതമാണ്. അപ്പോൾ ആ രണ്ട് വാക്കും ഒന്നിച്ച് ചേരില്ല. രണ്ടും രണ്ടായിട്ട് തന്നെ പറയണമെന്നാണ് പറയുന്നത്. അപ്പോൾ വായന ദിനമാണ്. വായനാ ദിനം എന്ന് പറയാൻ പാടില്ല അത്രേ. അത് നമ്മൾ എഴുതി കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണയൊക്കെ പുസ്തകങ്ങളും മറ്റൊക്കെ എഴുതി പ്രസിദ്ധീകരിക്കാനൊക്കെ കൊടുക്കുമ്പോഴൊക്കെ ഇതൊന്നും നമ്മൾ തീരെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഈ പാണ്ഡിത്യമുള്ള ആളുകളുടെ ഇടയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ തെറ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM കയ്പമംഗലം കൊപ്രക്കളം ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. CPM കയ്പമംഗലം കൊപ്രക്കളം ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. PM സൈനുൽ ആബിദീൻ അധ്യക്ഷനായി. KK വത്സരാജ് MLA മുഖ്യാതിഥിയായി. MA ഹാരിസ് ബാബു, PM അഹമ്മദ്, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, TV സുരേഷ് ബാബു, KG കൃഷ്ണകുമാർ, റസീന ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ഹബീബ്, കുട്ടി ഗഫൂർ, ഹിസാം, സുൽഫിക്കർ, സുജിന്ത്, ഷീന രഞ്ജിത്ത്, സൗമ്യ രാജേഷ്, VS സലാം തുടങ്ങിയവർ നേതൃത്വം നൽകി. വിജയിച്ച കുട്ടികളെ ഇവിടെ ആദരിക്കുന്നു. അവരുടെ ജീവിത വീതിയിൽ ഒരുപാട് ഇനിയും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നവർക്കുള്ള വലിയ പ്രോത്സാഹനമാണ് ഓരോ അംഗീകാരവും. പലപ്പോഴും ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകർ, ഞാനൊരു MLA ആയിട്ട് 10-15 വർഷം പ്രവർത്തിച്ചു. അപ്പോൾ പല വേദികളിൽ കുട്ടികളെ ആദരിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ചില വേദികളിൽ കണ്ടുമുട്ടുമ്പോൾ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയിൽ യോഗാ ദിനം ആചരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ A സുജിത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസ മോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ അനസ്, ഷീബ സതീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PC മനോജ്, രശ്മി ശ്രീജിത്ത്, ജിഷ ഉണ്ണി, സന്ധ്യ രവീന്ദ്രൻ, പ്രോഗ്രാം ഇൻസ്ട്രക്ടർ ES സൂര്യ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യോഗ പ്രദർശനവും ഉണ്ടായിരുന്നു. നമ്മൾ ഇരിക്കുന്നവരോട് പറയാൻ പറ്റും, നിങ്ങൾക്കറിയാൻ പറ്റും അല്ലേ? ഇപ്പം 57 പേര് 55 പേര് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അതിൽ നിങ്ങൾക്കറിയാം എന്തോരം അസ്വസ്ഥകൾ ശരീരത്തിനുണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് എന്താണ്, നമുക്കൊരു മനസ്സ് സന്തോഷം ഉണ്ടാവാനും ഇല്ലേ യോഗയിലൂടെ നമുക്ക് പ്രദാനം ചെയ്യുന്നു. നടക്കുന്നുണ്ടോ രാവിലെ? ഉണ്ടാ യോഗ മാത്രം അല്ലേ? ഉണ്ടല്ലേ, നടക്കുന്നുണ്ട്. ആ യോഗയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ അത് നടക്കുന്നുണ്ട് രാവിലെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വീട്ടിൽ ചെയ്യുന്നവർ എത്ര പേരുണ്ട്? രാവിലെ എത്ര മണിക്കൂർ അല്ല സമയം ചെയ്യുന്നുണ്ട്?
1 മണിക്കൂർ എടുക്കും, 3/4 മണിക്കൂർ എടുക്കുന്നവരുണ്ട് ഇല്ലേ? ഞാനൊക്കെ ശരിക്കും 3/4 മണിക്കൂർ യോഗ ചെയ്യും. KPCC വിചാർ വിഭാഗ താന്യ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി യോഗ ഇൻസ്ട്രക്ടർ സിൽജ ജോഷിയെ വസതിയിലെത്തി അനുമോദിച്ചു. വിചാർ വിഭാഗ മണ്ഡലം ചെയർമാൻ വിനോഷ് വടക്കേടത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ സിൽജ ജോഷിയെ ഷാൾ അണിയിച്ച് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ രാമൻ നമ്പൂതിരി, സജീവൻ ഞാറ്റുവെട്ടി, ശിവാജി കൈപ്പുള്ളി, സുകേഷ് പൊറ്റേക്കാട്ട്, രേണുക റിജു എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി ഗണേശമംഗലം പണ്ടാരൻ രുദ്ര മഹാകാളി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ചടങ്ങുകളും സർപ്പബലിയും ഭക്തി നിർഭരമായി. രാവിലെ ഗണപതി ഹോമം, താലവാദ്യ നാമജപത്തോടെ ശ്രീലകത്തേക്ക് എഴുന്നള്ളിപ്പ്, തുടർന്ന് അഷ്ടബന്ധ ന്യാസം, കലശാഭിഷേകം, മഹാനിവേദ്യം, വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവ ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കണ്ണൻ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ശ്രീമൂലസ്ഥാനത്ത് നിന്നും ദേവിയുടെ എഴുന്നള്ളിപ്പ്, ദീപാരാധനയ്ക്ക് ശേഷം അത്താഴ പൂജ, തിരുവാതിരക്കളി, മഹാഗുരുതി എന്നിവയും നടന്നു. ശനിയാഴ്ച വൈകിട്ട് ദീപാരാധന, നാഗങ്ങൾക്ക് പായസഹോമം, തുടർന്ന് പാതിരാകുന്നുമനയിൽ സദാനന്ദൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സർപ്പബലിയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് PV പ്രദീപ് കുമാർ, സെക്രട്ടറി PS അമരീഷ്, ട്രഷറർ PP സഹദേവൻ എന്നിവർ നേതൃത്വം നൽകി. ഓട്ടംതുള്ളൽ കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മണലൂർ തുള്ളൽ കളരി ഏർപ്പെടുത്തിയ 14ാമത് മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരം കലാമണ്ഡലം മഹേന്ദ്രനും കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരം കലാമണ്ഡലം വിഷ്ണു പനന്താനത്തിനും നൽകുമെന്ന് തുള്ളൽ കളരി ഡയറക്ടർ മണലൂർ ഗോപിനാഥ്, PTA വനിതാ വിഭാഗം പ്രസിഡന്റ് അഞ്ജലി ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓട്ടൻതുള്ളൽ കലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മണലൂർ തുള്ളൽ കളരി ഏർപ്പെടുത്തിയ 14ാമത് മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരം കലാമണ്ഡലം മഹേന്ദ്രനും കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരം കലാമണ്ഡലം വിഷ്ണു പനന്താനത്തിനും നൽകുമെന്ന് തുള്ളൽ കളരി ഡയറക്ടർ മണലൂർ ഗോപിനാഥ്, PTA വനിതാ വിഭാഗം പ്രസിഡന്റ് അഞ്ജലി ഷാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാമൻ നായർ സ്മാരക പുരസ്കാരം 10,001 രൂപയും പ്രശസ്തിപത്രവും, ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരം 5,001 രൂപയും പ്രശസ്തിപത്രവുമാണ്. കലാമണ്ഡലം ഗോപിനാഥപ്രഭ, കലാമണ്ഡലം പരമേശ്വരൻ, കലാമണ്ഡലം രാധാമണി, മണലൂർ ഗോപിനാഥ് എന്നിവർ അടങ്ങുന്ന വിധിനിർണയ സമിതിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. ഈ മാസം 27-ന് രാവിലെ 10-ന് ഗുരുവായൂർ ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പുരസ്കാരം വിതരണം ചെയ്യും. കഥകളി, ഓട്ടൻതുള്ളൽ, തെയ്യം എന്നിവയിൽ കഴിവ് തെളിയിച്ചതുകൊണ്ടാണ് മഹീന്ദ്രനെ അവാർഡിന് തെരഞ്ഞെടുത്തത്. പുരസ്കാര വിതരണത്തിന്റെ ഭാഗമായി 25-ന് രാവിലെ മുതൽ വൈകീട്ടുവരെ മണലൂർ തുള്ളൽ കലരിയിൽ ഓട്ടൻതുള്ളൽ, അഷ്ടപതി, കളരിപ്പയറ്റ്, യോഗ, നൃത്തം എന്നിവ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇത്തവണ മലബാർ രാമൻ നായർ പുരസ്കാരം കൊടുക്കുന്നത് കേരളത്തിലെ പ്രശസ്തനായ കഥകളിയും ഓട്ടംതുള്ളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന, അതുപോലെ തന്നെ തെയ്യത്തിൻ്റെയും ഒരു വലിയ കലാകാരനാണ് ശ്രീ കലാമണ്ഡലം മഹേന്ദ്രൻ. കൂത്തുപറമ്പ്, കണ്ണൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹത്തിന് മലയാള കലാനിലയം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വലിയൊരു സ്ഥാപനമൊക്കെ ഉണ്ട്. അതിൽ നിരവധി കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിനാണ് ഇത്തവണത്തെ മലബാർ രാമൻ നായർ പുരസ്കാരം കൊടുക്കുന്നത്. യുവ പ്രതിഭാ പുരസ്കാരം, അതായത് 40 വയസ്സിന് താഴെയുള്ള തുള്ളൽ കലാകാരന്മാർക്ക് കൊടുക്കുന്നതാണ് യുവ പ്രതിഭാ പുരസ്കാരം. അത് കൊല്ലത്തുള്ള കലാമണ്ഡലം വിഷ്ണു പനന്താനം എന്ന് പറയുന്ന കലാകാരനാണ്. ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു തുള്ളൽ കലാകാരനാണ് വിഷ്ണു പനന്താനം. അദ്ദേഹത്തിനാണ് കൊടുക്കാൻ നിശ്ചയിച്ചത്. വോയിസ് ഓഫ് കാരമുക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സൗഹൃദ ഷൂട്ടൌട്ട് മത്സരം നടത്തി. 10 ടീമുകൾ പങ്കെടുക്കുന്ന മത്സരം ക്ലബിന്റെ ജൂനിയർ മെമ്പർ കിച്ചു കിക്ക് ഓഫ് ചെയ്തു. ഉദ്ഘാടനം നിർവഹിച്ചു. മാജിഷ്യൻസ് 5 ടീം കാരമുക്ക് ഓൾഡ് ട്രാഫോർഡ് FCയെ തോൽപ്പിച്ചുകൊണ്ട് കപ്പ് ഉയർത്തി. ക്ലബ്ബ് പ്രസിഡന്റ് സന്ദീപ് പൊറ്റേക്കാട്ട്, സെക്രട്ടറി അജിത് ബാബു കാരണത്ത്, സോബിഷ് മേനോത്തുപറമ്പിൽ, കൃഷ്ണകുമാർ KK, കൃഷ്ണകുമാർ TL, സുമേഷ് ചക്കാമടത്തിൽ എന്നിവർ നേതൃത്വം നൽകി.
താന്യം പഞ്ചായത്ത് 18-ാം വാർഡിൽ അന്തർദേശീയ യോഗാചരണം നടന്നു. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി യോഗ സന്ദേശം നൽകി. ഡോക്ടർ ശ്രീലക്ഷ്മി നായർ യോഗ പരിചയം നൽകി. പ്രജ്ഞായോഗ പൈനൂർ ആചാര്യ ശൈലജയുടെ നേതൃത്വത്തിൽ യോഗ പ്രദർശനവും നടന്നു. യോഗത്തിൽ വാർഡ് മെമ്പർ ശ്രീകേഷ് എസ് ചന്ദ്രൻ അധ്യക്ഷനായി. പൂർണ്ണമായും പ്രസന്റിലാണ് നിങ്ങളുടെ മനസ്സ്. പൂർണ്ണമായും ആ പ്രഭാവത്തിന്, ആ പ്രകാശവലയത്തിന്, ആ പ്രഭാവലയത്തിന് മാത്രം ചുറ്റിപ്പറ്റിയിട്ടാണ് നിങ്ങളുടെ മനസ്സ് നിൽക്കുന്നത്. പതുക്കെ പതുക്കെ അത് നിശ്ചലമാകുന്നു തോന്നുന്നു. ചുറ്റിപ്പറ്റി നിൽക്കുന്ന മനസ്സ് പതുക്കെ 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 അത് നിശ്ചലമാകും, ശാന്തമാകും, ഏറ്റവും ശാന്തമാകും. പരിപൂർണമായും മനസ്സിൽ സ്വസ്ഥമാണ്. സ്വസ്ഥമായ പ്രാണന്റെ പ്രവർത്തനം മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദേഹത്തേക്ക്, തലച്ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ശ്വാസം പോകുന്നത്, പ്രാണൻ പോകുന്നത്. തൃപ്പയാർ ശ്രീവിലാസ് യു പി സ്കൂളിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് 10-ാം വാർഡ് മെമ്പർ കെ വി പവിത്രൻ, 8-ാം വാർഡ് മെമ്പർ അംബിക ടീച്ചർ എന്നിവർ മത്സരത്തിൽ പങ്കെടുത്തു. കുട്ടികൾ അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ് എന്നീ ടീമുകളായി തിരിയുകയും മത്സരത്തിനൊടുവിൽ ബ്രസീൽ ടീം കപ്പ് നേടുകയും ചെയ്തു. പ്രധാന അധ്യാപകൻ കെ എസ് സനീഷ്, അധ്യാപകരായ വി ജി ഷൈൻ, കെ വി പ്രവീൺ, എൻ എസ് ബിന്ദു, എൻ എസ് പ്രമീഷ, ഇ എ സെക്കീന, എ കെ കൃഷ്ണപ്രിയ, വി എസ് കാവ്യ, ഫ്ലോജ മറിയ, ചിഞ്ചു എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി. എല്ലാവരും ഭയങ്കര ആവേശത്തിലല്ലേ? നമുക്കിന്നിവിടെ ഒരു കിക്ക് ഓഫ് അല്ലേ? വേൾഡ് കപ്പിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ലോണം പറഞ്ഞു തന്നിട്ടില്ലേ മാഷ്മാര്? നമ്മുടെ തൃശ്ശൂർ ജില്ലയില് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ കളിക്കാരനുണ്ട്. അതാരാ? കേട്ടിട്ടുണ്ടോ? അദ്ദേഹം എത്ര കഷ്ടപ്പാടിൽ നിന്നാണ് ഉയർന്നു വന്ന്. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മണപ്പുറം യോഗ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൂര്യനമസ്കാര മത്സരം സംഘടിപ്പിച്ചു. 100-ലധികം മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ദേശീയ യോഗ ജഡ്ജിയായ മോഹനൻ മാസ്റ്റർ മത്സരത്തിന്റെ വിധികർത്താവായി എത്തിച്ചേർന്നു. മണപ്പുറം യോഗ സെന്റർ ബിസിനസ് ഹെഡ് പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് സമ്മാനദാനം നൽകി. രാജ്യം ഒരു യോഗാ ദിനമായി ആചരിക്കുകയാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത ഒരു ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക, അവരുടെ സ്വഭാവ രൂപീകരണത്തിലും എല്ലാം വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ട് യോഗ. ഓരോരുത്തരും യോഗയുടെ പ്രചാരകരാകണം. ഈ യോഗയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ ഒരു യോഗാ ദിനം ആചരിക്കുന്നത്. ഇന്ന് ഈ യോഗാ ദിനത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ വളരെ അഭിമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അവർക്ക് അവരുടെ സ്വഭാവ രൂപീകരണത്തിലും അവരുടെ ജീവിത ശൈലിയിലും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. മറുവശത്തേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൂട്ടിയിരിക്കുന്നു. മറുവശത്തേക്ക് ചേഞ്ച് ടിഷ്യൂ അതന്നെ. ഓക്കെ, ഇപ്പം നന്നായിട്ടാ. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി 2, 3, 4. കുഴൽപ്പണ കവർച്ച ഒതുക്കാൻ നോക്കുന്ന കോൺഗ്രസിനും പോലീസിനും താക്കീതായി CPM അന്തിക്കാട് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പട്ടാമ്പി വിളയൂർ പഞ്ചായത്ത് കോൺഗ്രസ് അംഗം മുഹമ്മദ് റാഫിയുടെ നേതൃത്വത്തിൽ നടന്ന തൃപ്പയാർ പൈനൂർ കുഴൽപ്പണ കവർച്ച ഒതുക്കി തീർക്കാൻ നോക്കുന്ന അന്തിക്കാട് പോലീസിനും കോൺഗ്രസ് KPCC തൃശൂർ DCC നേതൃത്വത്തിനുമെതിരെയാണ് CPM അന്തിക്കാട് ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത്. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. TA ചാക്കോ അധ്യക്ഷത വഹിച്ചു. AK അഭിലാഷ്, ഷിബു പൈനൂർ,
KV രാജേഷ്, ഷാജി പൊലിയടത്ത്, EG ഗോപാലകൃഷ്ണൻ, KR രബീഷ്, സരിത സുരേഷ്, സുധർമ്മ വിജയൻ, PS സുജിത്ത്, ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി വിദ്യാലയങ്ങളിലൂടെ 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. അറിവ് പകരുന്ന അധ്യാപകരും അവരുടെ തണലായി മാറുന്ന വിദ്യാർത്ഥികളും. വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള ഗ്രാമ്യ TMC 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി സംഘം ഇന്ന് എത്തി നിൽക്കുന്നത് കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. നമുക്ക് ഈ വിദ്യാലയത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഞാൻ ഗംഗ +2 ഇൻചാർജാണ്, പ്രിൻസിപ്പൽ ഇൻചാർജാണ്. നമ്മുടെ +2 വിഭാഗത്തിൽ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് 3 വിഭാഗങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ 134 കുട്ടികൾ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയിരുന്നു. നമുക്ക് വിജയ ശതമാനം എന്ന് പറയുന്നത് ടോട്ടൽ 78%. അതിൽ തന്നെ ഒരു കുട്ടിക്ക് മുഹമ്മദ് യാസിൻ, അവന് ഫുൾ A+ ഉണ്ട്. അതുപോലെ നമ്മുടെ സയൻസ് സ്ട്രീമിലാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം വന്നിട്ടുള്ളത്, 92%. കൊമേഴ്സിൽ 74, ഹ്യൂമാനിറ്റീസിൽ 73. ഇങ്ങനെയാണ് വിജയ ശതമാനം. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരദേശത്തെ സാധാരണക്കാരായ കുട്ടികളാണ്. അപ്പോൾ തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു വിജയമാണ്. തീർച്ചയായും വളരെ അർപ്പണ മനോഭാവമുള്ള അധ്യാപകരും അതോടൊപ്പം നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയാണ് നമ്മുടെ സ്കൂളിനുള്ളത്. അത് ഉപയോഗപ്പെടുത്തേണ്ടത് കുട്ടികൾ തന്നെയാണ്, അല്ലെങ്കിൽ നാട്ടുകാർ തന്നെയാണ്. ഞങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ സഹകരണം നന്നായി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ SSLCയിൽ 100% വിജയമുണ്ട്. അതിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. തുടർച്ചയായി 6ാം തവണയാണ് നമുക്ക് 100% വിജയം കിട്ടുന്നത്. സന്തോഷം. എൻ്റെ പേര് സിന്ധു, ഹൈസ്കൂൾ വിഭാഗം സീനിയർ അധ്യാപികയാണ്. ഇത്തവണ നമ്മുടെ സ്കൂളിൽ 100% വിജയമുണ്ട്. 6ാം വർഷം തുടർച്ചയായി 100% വിജയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇത്തവണ 26 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 2 കുട്ടികൾക്ക് ഫുൾ A+ഉം 2 കുട്ടികൾക്ക് 9 A+, 3 പേർക്ക് 8 A+ എന്ന രീതിയിൽ മികച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ അധ്യാപകരുടെയും PTA-യിലെയും മറ്റ് രക്ഷാകർത്താക്കളുടെയും കുട്ടികളുടെയും എല്ലാവരുടെയും സഹകരണം മൂലമാണ് നമുക്ക് ഈ മികച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. ഞാൻ മണികണ്ഠൻ, ഈ സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. ഞങ്ങൾക്കിപ്പോൾ 6 കൊല്ലമായി 100% വിജയം കൈവരിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ടീച്ചേഴ്സായാലും എല്ലാവരും PTA ആയാലും വിദ്യാർത്ഥികളായാലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമുക്ക് ഈ 100% വിജയം 6 കൊല്ലമായി എടുപ്പിച്ച് നേടാൻ കഴിഞ്ഞത്. ഇക്കൊല്ലം നമുക്ക് 2 10ാം ക്ലാസ്സുകാർക്ക് ഫുൾ A+ ഉണ്ട്, കുറച്ച് പേർക്ക് 9 A+ ഉണ്ട്, 8 A+ ഉണ്ട്. ചെറിയ മാർക്കിനാണ് അവർക്ക് പോയിട്ടുള്ളത്, ഫുൾ A+ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ആയാലും കുഴപ്പമില്ല, VHSC ആയാലും കുഴപ്പമില്ല. ഇവിടെ ഒരുപാട് നല്ല കോഴ്സുകൾ നമ്മുടെ സ്കൂളിലുണ്ട്. അതുപോലെ ഹയർ സെക്കൻഡറി നമുക്ക് സയൻസിൽ 92% വിജയമുണ്ട്. മറ്റുള്ള കോഴ്സുകൾക്കും നല്ല വിജയമുണ്ട്, VHSCക്ക് നല്ല വിജയമുണ്ട്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ശ്രീകല, ഞാൻ ഇവിടുത്തെ PTA പ്രസിഡൻ്റാണ്. നമ്മൾ സ്കൂളിൽ നിന്ന് 2 പേർക്ക് ഫുൾ A+ഉം പിന്നെ 9 A+ഉം അങ്ങനെ ഉന്നത വിജയങ്ങൾ നേടാൻ സാധിച്ചു. നല്ല അധ്യാപകരും മറ്റു എല്ലാ PTA-കാരും എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ടുള്ള വിജയം തന്നെയാണിത്. പിന്നെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഇതിലും കലയിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാ പിള്ളേരുടെ സഹകരണവും രക്ഷിതാക്കളുടെ സഹകരണം ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ ഉന്നത വിജയം നേടാൻ സാധിക്കുകയും ചെയ്തു. എൻ്റെ പേര് മുഹമ്മദ് യാസിൻ, ഞാൻ +2 കൊമേഴ്സ് ഫുൾ A+ ആണ്. എനിക്ക് ഇവിടുന്ന് ടീച്ചർമാരുടെ രീതിയിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ നല്ലോണം മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ടീച്ചർമാരൊക്കെ ക്ലാസ് എടുത്തായിരുന്നത്. എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നും എനിക്ക് നല്ല സന്തോഷമുണ്ട് ഫുൾ A+ കിട്ടിയതിൽ. എൻ്റെ പേര് കീർത്തന. ഇപ്രാവശ്യത്തെ SSLC എക്സാമിന് എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ TFEHSS കയ്പമംഗലം സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടീച്ചർമാരായാലും അത്യാവശ്യം നല്ലതായി തന്നെ അവർ സപ്പോർട്ട് ചെയ്തിരുന്നു, നന്നായി തന്നെ പഠിപ്പിച്ചിരുന്നു. പിന്നെ ഫാമിലിയിൽ നിന്നായാലും അത്യാവശ്യം നല്ല സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു. എക്സാം പ്രഷർ എന്നൊക്കെ വന്നത് ഫെബ്രുവരി ഒരു ലാസ്റ്റ് ആയപ്പോഴൊക്കെയാണ് ഭയങ്കരമായിട്ട് എക്സാം പ്രഷറായി. അപ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ തന്നെ
ഒരു മോട്ടിവേഷൻ ആയിരുന്നു. അപ്പോൾ സ്കൂളും നന്നായി പഠിപ്പിച്ചു. എൻ്റെ പേര് ദേവാഞ്ജലി. ഞാനും കയ്പമംഗലം ഫിഷറീസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. SSLCയിൽ ഫുൾ A+ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഹാപ്പി ആയ ഒരു റിസൾട്ട് അറിഞ്ഞ മൊമെൻറ്റിൽ ഈ പറഞ്ഞ പോലെ മോഡൽ എക്സാമിൻ്റെ ഒരു ടൈം ആയപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ SSLCനെ പറ്റി ആ ഒരു ചിന്ത കുറച്ചുകൂടെ നന്നായിട്ട് വന്നത്. അപ്പം മുതലാണ് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പഠനത്തിലായാലും കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. ടീച്ചേഴ്സ് ആയാലും നല്ല സപ്പോർട്ടാണ്, പാരൻസ് ആയാലും എല്ലാവരുടെ സപ്പോർട്ടും കൊണ്ടാണ് നമുക്ക് ഇത്ര നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയത്. വളർന്നു വരുന്ന ഒരു പറ്റം വിദ്യാർത്ഥികൾക്ക് ഉണർവേകുന്ന, പ്രോത്സാഹനം നൽകുന്ന TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരത്തിൻ്റെ 9ാമത്തെ വർഷത്തെ അവസാന ദിനമാണിത്. ഇനിയും അടുത്ത വർഷങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരെയും തേടി ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. വീണ്ടും മറ്റു വിദ്യാലയങ്ങളിലെ മറ്റു വിദ്യാർത്ഥികളുടെ വിശേഷങ്ങളുമായി കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നമസ്കാരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെ ആദരവ്. ഹരിതകർമ്മസേനയ്ക്ക് ലയൺസ് ക്ലബ് ഓഫ് വലപ്പാട് എക്സൽ റെയിൻകോട്ടുകൾ നൽകി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.